ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഞങ്ങൾ കോട്ടക്കുന്ന് എത്തി ഗൈസ്. അപ്പോൾ ഇത് അച്ചുട്ടിയും പൊന്നൂസും പതിവ് പോലെ അവരുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്ന് ഇറങ്ങിയേ ഉള്ളൂ. കുന്നുമ്മ പള്ളിപ്പടിക്കന്ന് ഞങ്ങൾ ബസ് കയറി കുന്നുമ്മ ഇറങ്ങി. കുന്നുമ്മന്നൊരു ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നേരെ മുകളിൽ തന്നെ വന്ന് ഇറക്കൂട്ടാം. കണ്ടില്ലേ, അടിപൊളി കാഴ്ചകളാണ് കോട്ടക്കുന്നുമ്മ ഉള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റാള് എല്ലാവരും വന്നിട്ടുണ്ടാവും. ഞങ്ങൾ ലാസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സൈക്കിൾ സവാരിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുവിധ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളായിരുന്നു ഇന്നത്തെ ലാസ്റ്റ് 4 മണി ആയപ്പോഴാണ് ഞാനിവിടെ കോട്ടക്കുന്നിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാത്രി നടക്കുന്ന ഗാനമേള ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അടിപൊളി ഗാനമേളായിരുന്നു. വലിയ വ്യാപ്തി നൽകിക്കൊണ്ട് ഒരുപാട് പാട്ടുകൾ കേരളം മുഴുവൻ അലയടിച്ചു. ഇന്ന് നമ്മുടെ അറബി മലയാളത്തിലായാലും മാരക മലയാളത്തിലായുമുള്ള മാപ്പിളപ്പാട്ടുകൾ നമുക്കേറെ അസാധ്യമാണ്, ആസ്വദിക്കപ്പെടുന്നു. നാടൻ പാട്ടുവേദികൾ ഞങ്ങൾ മാപ്പിളപ്പാട്ടുകൾ കോർത്തിണക്കി പാടാറുണ്ട്. അതിന് വലിയ സ്വീകാര്യതയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കേറെ പരിചിതമായ, നമ്മുടെ ചുണ്ടിൽ തത്തി കളിക്കുന്ന, നമ്മുടെ ഓർമ്മയിൽ എന്നും നിലനിൽക്കുന്ന ഏതാനും കുറച്ച് മാപ്പിളപ്പാട്ടുകൾ കോർത്തിണക്കി ഈ വേദിയിൽ താളവാദ്യങ്ങളുടെ അകമ്പടിയോടെ അവതരിപ്പിക്കുന്ന ഒരു പരീക്ഷണമാണ്. എല്ലാവരും നമ്മുടെ ഒപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കളില്ലേ നാം നല്ലൊരിളങ്കവുങ്ങ് അങ്ങാടണ പാക്കവുങ്ങ് തലപുട്ടാപ്പിന്റെ I
അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, ഞാനും എൻ്റെ ഫ്രണ്ട് നിൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നിരിക്കണ്. അപ്പോൾ ഞങ്ങൾ കോട്ടക്കുന്നുമ്മക്ക് വന്നതായിരുന്നു കേട്ടോ ഓള്. അപ്പോൾ ഓള് ഇവിടെ നിന്ന് നാളെ രാവിലെ പോവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒടുക്കാനെ വണ്ടിയിൽ വന്ന് മക്കളൊക്കെ അകത്ത് കയറിയിട്ട് സൗണ്ടൊക്കെ പോയിക്കും കേസ്. അപ്പോൾ അവൾ വളാഞ്ചേരി ഉള്ളതാണ്. കോടൂർ വരെ നസീമയുടെ വണ്ടിയിലാണ് പോകുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ഇക്ക വന്നിരുന്നു വണ്ടി വെച്ച്. ഇക്കാൻ്റെ കൂടെ കൂടെ ഇവളും പോന്നിട്ടുണ്ട്. നമ്മൾ വീട്ടിലേക്ക് വിരുന്നുകാരിയാണ്. അപ്പോൾ ഇവൾ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ബിരിയാണി വെക്കാനുണ്ട്. ബിരിയാണി വെച്ച് കഴിക്കണം. കാരണം വിരുന്നേരത്ത് വന്നതാണ്. ഇവളെ കൊണ്ട് തന്നെ വെപ്പിക്കണം ബിരിയാണി. അതൊക്കെ പ്ലാനും വെച്ച് ചിക്കനും അരിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ബിരിയാണി ഇപ്പോൾ ഇവിടെ സെറ്റാക്കും. കുട്ടികളെല്ലാവരും അകത്തേക്ക് കയറിയിരുന്നിട്ടാണ്. അപ്പോൾ നമ്മൾ സ്റ്റാള് കഴിഞ്ഞ് നാളെയും കൂടെയുള്ള സ്റ്റാള് ലാസ്റ്റ് ദിവസം നാളെയാണ്. അപ്പോൾ വിരുന്നേരായിട്ട് പുറത്ത് തന്നെ നിർത്തിയാണ് വീഡിയോ എടുക്കുന്നത്. ഓളോട് വേറെ എവിടെ തങ്ങാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാനിങ്ങോട്ട് വീട്ടിൽ കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ ഇനി ചോറൊക്കെ സെറ്റാക്കണം. വിരുന്നുകാർ വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബിരിയാണിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഇനി നാളെ ഉച്ചയ്ക്ക് അവൾ പോവുള്ളൂ. ഞങ്ങൾ കോട്ടയ്ക്ക സ്റ്റാളിൻ്റെ പരിചയപ്പെട്ട് നല്ല ക്ലോസ് ഫ്രണ്ട്സായി മാറിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുക, ബിരിയാണി സെറ്റാക്കുക, അതൊക്കെ ഇണങ്ങി പരിപാടികൾ. നേരം ഒരു 9 മണി ആവാറായിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.